അഗതികളുടെ അമ്മ മദർ തെരേസയെ ഇന്ന് വിശുദ്ധയായി പ്രഖ്യാപിക്കും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണത്തലവന്മാരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ് നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം പങ്കെടുക്കും. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി തുടങ്ങിയവരും വിശുദ്ധ ചടങ്ങിൽ പങ്കെടുക്കും. അൽബേനിയയിൽ ജനിച്ച് ഭാരതം കർമ്മഭൂമിയാക്കിയ പാവങ്ങളുടെ അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ പച്ചയായ മനുഷ്യസ്നേഹത്തിന്റെ ജീവിത ത്യാഗത്തിനുള്ള അംഗീകാരം ആണത്. മദറിന്റെ ജീവിത വഴികളിലൂടെ സ്വന്തം ജീവിതം മറന്നുകൊണ്ട് അഗതികൾക്കായി തന്റെ ജീവിതം മാറ്റിവെച്ച അമ്മ, പ്രയാസം അനുഭവിക്കുന്ന ജനതയെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ച അമ്മ. മദർ തെരേസയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. 1910 ഓഗസ്റ്റ് 27 യൂഗോസ്ലാവിയയിലെ സ്കോപ്ജെ പട്ടണത്തിൽ ജനിച്ച മദറിന്റെ ആദ്യനാമം ആഗ്നസ് ഗോൺ ഹാബെ എന്നായിരുന്നു. സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്നും ആദ്യകാല വിദ്യാഭ്യാസം നേടിയ മദർ തെരേസയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം ആദ്യമായി ഉണ്ടായത്. 1929 മദർ ഇന്ത്യയിലെത്തുന്നതും കിഴക്കൻ കൊൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയാവുന്നതും. അധ്യാപിക വൃത്തിയിൽ തെരേസ സംതൃപ്തിയായിരുന്നെങ്കിലും കൊൽക്കത്തയിൽ ചുറ്റും നിറഞ്ഞു നിന്ന ദരിദ്ര ജീവിതങ്ങൾ അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. 1943 ഭക്ഷ്യക്ഷാമവും 1946 ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളും കൊൽക്കത്തയിലെ ജനജീവിതം നരകതുല്യമാക്കി. ധാരാളം പേരുടെ മരണം നേരിട്ട് കണ്ട തെരേസ തന്റെ മിഷണറി ജീവിതത്തിന്റെ ധർമ്മത്തെപ്പറ്റി കാര്യമായി വിശകലനം ചെയ്യുകയായിരുന്നു. മദർ തെരേസയുടെ തന്നെ വാക്കുകളിൽ വിശക്കുന്നവരെയും നഗ്നരെയും ഭവനരഹിതരെയും അന്ധരെയും കുഷ്ഠരോഗികളെയും ആർക്കും വേണ്ടാതെ, ആരാലും സ്നേഹിക്കപ്പെടാതെ, പരിഗണിക്കപ്പെടാതെ സമൂഹത്തിൽ കഴിയുന്ന എല്ലാവരെയും പരിചരിക്കുക എന്നതാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ദൗത്യം. 1962 പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു. തുടർന്ന് രമൺ മഗ്സാസെ അവാർഡും 1972 അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും നൽകി. 1979 മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും നൽകി. 1997 സെപ്റ്റംബർ 5 മറ്റുള്ളവരുടെ വേദന അകറ്റാൻ ജീവിതവ്രതമെടുത്ത അമ്മ ലോകത്തോട് വിട പറഞ്ഞു. അൽബേനിയയിൽ ജനിച്ച ഭാരതം കർമ്മഭൂമിയാക്കിയ പാവങ്ങളുടെ അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ പച്ചയായ മനുഷ്യ സ്നേഹത്തിനും ജീവിത ത്യാഗങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. മദർ തെരേസയുടെ പ്രധാന പ്രവർത്തന മേഖല മുഖ്യമായും കൊൽക്കത്ത നഗരമായിരുന്നു. ജാതിമത ഭേദമന്യേ നഗരത്തിലെ അവശരുടെയും അനാഥരുടെയും ആലംബഹീനരുടെയും അത്താണിയായിരുന്നു മദർ. കൊൽക്കത്തയിലെ തെരുവോരങ്ങളിലായിരുന്നു മദർ തെരേസ ദൈവത്തെ കണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ തെരുവുകളിലെ പുഴുവരിക്കുന്ന കുഷ്ഠരോഗികളും അനാഥത്വം പേർന്ന കുഞ്ഞുമുഖങ്ങളും സിസ്റ്റർ തെരേസയുടെ ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ ലോകം അവരെ ആദരവോടെ അഗതികളുടെ അമ്മ എന്ന് വിളിച്ചു. വിളികൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറമായിരുന്നു കൊൽക്കത്തയ്ക്ക് മദർ തെരേസ. മഹാനഗരത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് കേട്ട തേങ്ങലുകൾ ചെവികൾ കൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടാണ് മദർ ഏറ്റുവാങ്ങിയത്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ദാനമായി നൽകിയ 2 മുറികളിലാണ് മദർ മിഷണറി ഓഫ് ചാരിറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. വെറും 13 സിസ്റ്റർമാരാണ് മിഷണറി ഓഫ് ചാരിറ്റി തുടങ്ങുമ്പോൾ മദർ തെരേസയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് 5000-ലേറെ സിസ്റ്റർമാരുള്ള മഹാപ്രസ്ഥാനമായി, ഒന്നുമില്ലാത്തവന്റെ അവസാന ആശ്രയമായി ലോകമെങ്ങും പടർന്നു കിടക്കുന്നു. ഊരും പേരുമില്ലാത്തവർ വഴിയരികിൽ മരിച്ചു വീഴുന്നത് അക്കാലത്ത് കൊൽക്കത്ത നഗരത്തിന്റെ ദയനീയ മുഖമായിരുന്നു. 1952 അനാഥർക്കായി മദർ കൊൽക്കത്തയിൽ നിർമ്മൽ ഹൃദയം ആരംഭിച്ചു. തെരുവോരങ്ങളിൽ മരണം കാത്തുകിടന്നവരെ മദർ നിർമ്മൽ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി. അനാഥ കുഞ്ഞുങ്ങൾക്കായി ശിശുഭവനും കുഷ്ഠരോഗികൾക്കായി ശാന്തിനഗറും ആരംഭിച്ചതോടെ കൊൽക്കത്ത എന്ന മഹാനഗരം പൂർണ്ണമായും കനിവിന്റെ അമ്മയുടെ കാരുണ്യം അറിയുകയായിരുന്നു. സമ്പന്നതയുടെ പളപളപ്പിൽ ജീവിക്കുന്നവർക്ക് അത്ഭുതമായിരുന്നു മദർ തെരേസയുടെ ജീവിത വഴികൾ. $10 ലക്ഷം തന്നാലും കുഷ്ഠരോഗിയെ ഞാൻ കൈകൊണ്ട് തൊടുകയില്ലെന്ന് പറഞ്ഞ കോടീശ്വരനോട് മദർ പറഞ്ഞത്, എനിക്ക് $1 പോലും നിങ്ങൾ നൽകണ്ട, പക്ഷേ ഞാൻ അവരെ എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തും, കാരണം അവർ എന്റെ മക്കളാണെന്നായിരുന്നു. അൽബേനിയയിൽ ജനിച്ച ആഗ്നസ് എന്ന സാധാരണ കന്യാസ്ത്രീ ലോകത്തോളം വളർന്നത് കൊൽക്കത്തയുടെ മനസ്സിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ ലോകം അവരെ ആദരവോടെ വിളിക്കും കൊൽക്കത്തയുടെ വിശുദ്ധയായ തെരേസയെന്ന്. ന്യൂസ് ഡെസ്ക്.
1950 ഒക്ടോബർ 7-നാണ് കൊൽക്കത്ത അതിരൂപതയ്ക്ക് കീഴിൽ പുതിയ സന്യാസിനി സഭ തുടങ്ങാൻ വത്തിക്കാൻ അനുമതി നൽകുന്നതും മിഷണറീസ് ഓഫ് ചാരിറ്റി ജന്മം കൊള്ളുന്നതും. 1959 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊൽക്കത്തയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ മദർ തീരുമാനിച്ചു. സെപ്റ്റംബർ 10-നാണ് വാർഷിക ധ്യാനത്തിനായി ഡാർജിലിംഗിലെ ലൊറേറ്റോ കോൺവെന്റിലേക്കുള്ള യാത്രാമധ്യേ തെരേസ തന്റെ സന്യാസ ജീവിതത്തിന്റെ ദിശ മാറ്റിമറിക്കാനുള്ള ഉറച്ച തീരുമാനത്തിലെത്തുന്നത്. പാവങ്ങൾക്കൊപ്പം ജീവിച്ച് അവരെ സേവിക്കുക എന്നതായിരുന്നു തെരേസ എടുത്ത തീരുമാനം. 1948 മുതൽ മദർ പാവങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തുടങ്ങി. വെള്ള കോട്ടൺ സാരി വേഷമായി സ്വീകരിച്ചു. കൊൽക്കത്ത നഗരസഭയിൽ ഓട വൃത്തിയാക്കിയിരുന്ന ജീവനക്കാരുടെ വേഷമായിരുന്നു അത്. മോട്ടിജിൻ എന്ന സ്ഥലത്ത് ഒരു വിദ്യാലയം തുടങ്ങിയാണ് തെരേസ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 50ഓളം കുട്ടികൾ അവിടെ പഠിക്കാനായി എത്തിയിരുന്നു. അവർക്ക് ഉച്ചഭക്ഷണവും കുളിക്കാനായി സോപ്പും നൽകി. ഈ കുട്ടികളെ തുന്നൽ പണി പോലുള്ള ചെറിയ ജോലികളും പരിശീലിപ്പിച്ചു. ക്രമേണ അശരണരുടെയും വിശന്നു വലയുന്നവരുടെയും ഇടയിലേക്ക് മദർ തെരേസ തന്റെ സേവന മേഖല വ്യാപിപ്പിച്ചു. ഇതോടെയാണ് തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ശ്രദ്ധ ആകർഷിച്ചത്. തുടക്കത്തിൽ സ്ഥിരമായ ഒരു വരുമാനമില്ലാത്തതുകൊണ്ട് തന്നെ സംരക്ഷണം ഏറ്റെടുത്തവർക്ക് ഭക്ഷണം നൽകാൻ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നു തെരേസയ്ക്ക്. ഇരുണ്ട രാത്രികൾ എന്നാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് മദർ പിന്നീട് ഓർമ്മിച്ചത്. തന്റെ കഷ്ടപ്പാടുകളേക്കാൾ എത്രയോ വലിയ കഷ്ടപ്പാടുകളായിരിക്കും ദരിദ്രരും അശരണരുമായ നിരവധി പേർ അനുഭവിക്കുകയെന്ന ചിന്ത പുതിയ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനസാന്നിധ്യം തെരേസയ്ക്ക് ലഭിച്ചു. തുടർന്ന് 1950 ഒക്ടോബർ 7-ന് കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ പുതിയ സന്യാസി സഭ ആരംഭിക്കാൻ വത്തിക്കാൻ തെരേസയ്ക്ക് അനുവാദം നൽകുകയായിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അതോടെ തുടക്കമായി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. മദർ തെരേസയുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് ഈ കവിതയുടെ പ്രമേയം. ഒപ്പം ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനകാലം മുതൽ RSSും സംഘപരിവാർ ശക്തികളും അവർക്കെതിരെ നടത്തിയ ദുരാരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ചുള്ളിക്കാടിന്റെ കവിത. വാക്കുകൾ വെറുപ്പിന്റെ തീതുപ്പുന്ന കാലത്തായിരുന്നു ആ കവിത പിറന്നത്. ഒരു വാരികയുടെ താളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കോറിയിട്ട വരികളിൽ ഒരു വെളിച്ചത്തിന്റെ ലോകം തുടിച്ചു നിന്നു. മദർ തെരേസയെ ചാരവനിതയായും മതപരിവർത്തനത്തിന്റെ വക്താവായും ചിത്രീകരിച്ച കാവ്യഭീകരതയുടെ കറുത്ത മുഖപടം വലിച്ചു കീറുകയായിരുന്നു കവി. മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ എന്ന കവിത ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ മലയാളത്തിന്റെ കരുത്തുറ്റ അക്ഷര പ്രതിരോധമായി മാറുകയായിരുന്നു. നരബലി കൊണ്ട് കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്ത് നിന്നൊരു പിറാവു പോൽ പറന്നുവന്നതാം പരമസ്നേഹമേ എന്നു തുടങ്ങുന്ന വരികളിൽ നൂറ്റാണ്ടുകളായി സനാതനധർമ്മം പുലരുന്നു എന്ന് നാം ഊറ്റം കൊള്ളുന്ന ആർഷഭാരതത്തിന്റെ യഥാർത്ഥ മുഖം വരച്ചു കാട്ടുന്നുണ്ട് കവി. ജാതിയും മതവും നോക്കാതെ തെരുവിന്റെ സന്തതികളാകേണ്ടി വന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മാതൃസ്നേഹത്തിന്റെ മഹനീയ ഭാവത്തിന് നേരെ തിരസ്കാരത്തിന്റെ വിദ്വേഷം രചിക്കുന്ന പുതിയ സാംസ്കാരിക പ്രവാചകരെ ഒരു ചുള്ളിക്കം പൊടിച്ച് പൊതിരെ തല്ലി ഓടിക്കുന്നുണ്ട് ഈ കവിതയുടെ അന്ത്യത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അത് ഇങ്ങനെയാണ്: മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. മുൻ മന്ത്രി കെ ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയവരുടെ സാമ്പത്തിക വളർച്ച ശരവേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ. ബേക്കറിയിൽ ജീവനക്കാരനായി തുടങ്ങി ബേക്കറി ശൃംഖലയുടെ ഉടമയായി മാറിയ കഥയാണ് തൃപ്പൂണിത്തുറ സ്വദേശി മോഹനന്റേത്. ബാബുവിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇടനിലക്കാരനായി എത്തി അതിസമ്പന്നനായി മാറുകയായിരുന്നു ബാബുറാം. ബാബു മന്ത്രിയായിരിക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി അറിയപ്പെട്ടവരാണ് ഇരുവരും. റോയൽ ബേക്കറി ഗ്രൂപ്പ് ഉടമ തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും ഫിനാൻസ് സ്ഥാപന ഉടമയുമായ കുമ്പള സ്വദേശി ബാബുറാം. മുൻ മന്ത്രി ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയ ഇരുവരുടെയും സാമ്പത്തിക വളർച്ചയുടെ കഥ അറബിക്കഥയെ വെല്ലുന്നതായിരുന്നു. ഭാര്യാബന്ധുവിന്റെ ബേക്കറിയിൽ ദിവസക്കൂലിക്ക് ജോലിക്കാരനായാണ് തലശ്ശേരിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് മോഹനൻ തൃപ്പൂണിത്തുറയ്ക്ക് വണ്ടി കയറിയത്. ഇന്ന് എറണാകുളം നഗരമധ്യത്തിലടക്കം നിരവധി ബേക്കറികൾ സ്വന്തമായുണ്ട്. തൃപ്പൂണിത്തുറയിൽ 6 കൂടാതെ ഷേണായിസ് ജംഗ്ഷൻ, ഹൈക്കോടതി ജംഗ്ഷൻ, കോലഞ്ചേരി, പുത്തൻകുരിശ്, ഇങ്ങനെ നീളുന്നു ആ പട്ടിക. ഓരോന്നിനും കെട്ടിടപ്പകിടിയും ഫർണിഷിംഗും ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ജീവനക്കാർക്ക് താമസിക്കാൻ സ്വന്തം കെട്ടിടങ്ങൾ, സഞ്ചാരം മുന്തിയ ഇനം ആഡംബര കാറുകളിൽ. ഈ വളർച്ച കൗതുകത്തോടെയാണ് നാട്ടുകാർ കണ്ടുനിന്നത്. ഒരു വർഷത്തിനുള്ളിൽ കൊച്ചി നഗരത്തിൽ 50 ബേക്കറികൾ എന്നതായിരുന്നു റോയൽ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇതിനിടെയാണ് വിജിലൻസ് അന്വേഷണം ബിനാമികളിലേക്ക് തിരിഞ്ഞത്. കെ ബാബുവിന്റെ സ്വന്തം ആൾ എന്ന നിലയ്ക്കാണ് ഇയാൾ നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഓണർ വേറൊരു ബേക്കറിയുടെ
ഉടമസ്ഥൻ്റെ ഡ്രൈവറായിട്ട് ഇവിടെ വന്നതാണ്. പിന്നീട് ഇത് തുടങ്ങിയ പിന്നെ പല പല സ്ഥലത്തും പെട്ടെന്ന് കുറേ ബേക്കറികളും ഫുഡ് കോർട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. അത് വളർച്ച ഭയങ്കര പെട്ടെന്നായിരുന്നു ഇതിന് ശേഷം. നെട്ടൂർ സ്വദേശിയായ ബാബുറാം VIP-കളുടെ സ്ഥലമിടപാടുകളുടെ ഇടനിലക്കാരനായാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിലെത്തുന്നത്. ബാബുവുമായുള്ള സൗഹൃദം ഇയാളെയും കോടീശ്വരനാക്കി. കൊട്ടാര സദൃശമായ വീടും കോടികളുടെ ആസ്തിയുള്ള ധനകാര്യ സ്ഥാപനവും ഇന്ന് സ്വന്തമായുണ്ട്. ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തങ്ങളെ കൊണ്ടെത്തിച്ചത് മുൻമന്ത്രി ബാബുവിലാണെന്ന് വിജിലൻസ് പറയുന്നു. ബാബുവുമായി അടുത്ത ബന്ധമുള്ള ശരവേഗത്തിൽ കോടീശ്വരന്മാരായ മറ്റു ചിലരെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. മുൻമന്ത്രി കെ ബാബുവിനെതിരെയുള്ള വിജിലൻസ് നടപടികളെക്കുറിച്ച് രണ്ടാം ദിവസവും KPCC പ്രസിഡന്റ് VM സുധീറിന് മൌനം. കോഴിക്കോട് നാദാപുരത്ത് കൊല്ലപ്പെട്ട അസ്ലമിന്റെ വീട് സന്ദർശിച്ച VM സുധീറിനോട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം മൌനം പാലിക്കുകയായിരുന്നു. സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി സർവകക്ഷി സംഘം ജമ്മുകശ്മീരിലെത്തി. മുഖ്യമന്ത്രി മെഹ്ബൂബ മുഫ്തി സർവകക്ഷി സംഘവുമായി ചർച്ച നടത്തുന്നു. അതിനിടെ ഷോപ്പിയാനിലുണ്ടായ സംഘർഷത്തിൽ 80ഓളം പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരുവിന്റെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവതി സമ്മേളനം ഇന്ന് നടക്കും. വൈകിട്ട് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നവതി പുരസ്കാരം നാളെ നടൻ മമ്മൂട്ടിക്ക് സമ്മാനിക്കും. ഹൈദരാബാദിൽ നടക്കുന്ന ദേശീയ പോലീസ് അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് 1 സ്വർണവും 2 വെള്ളിയും ലഭിച്ചു. 100 മീറ്റർ ഓട്ടം വനിതാ വിഭാഗത്തിൽ സിനിമോൾക്കാണ് സ്വർണം ലഭിച്ചത്. 100 മീറ്റർ പുരുഷ വിഭാഗത്തിൽ രാഹുൽ ജി പിള്ളയ്ക്കും 10,000 മീറ്റർ നടത്തത്തിൽ സന്ധിക്കും വെള്ളി ലഭിച്ചു. പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോ വിഷ്വൽ എക്സിബിഷൻ തുടക്കമായി. 4G ദ ഫോർത്ത് ജെൻഡർ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 5 വരെ സാഹിത്യ അക്കാദമി ഹാളിലാണ് പ്രദർശനം. പച്ചക്കറിയുടെ കാര്യത്തിൽ കേരളത്തെ മികച്ച സംസ്ഥാനമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM കൊച്ചിയിൽ ആരംഭിച്ച ജൈവ കാർഷിക വിപണന മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മേളയിൽ ആദ്യ വിൽപ്പന ചലച്ചിത്ര പ്രവർത്തകരായ ആഷിഖ് അബുവും റിമ കല്ലെങ്കിലും ചേർന്ന് നിർവഹിച്ചു. സർക്കാർ നേരത്തെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പരിശോധന വേണം. പരിശോധനയിലൂടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങണം. അത് പൂർണ്ണതയിലെത്തിയത് ഇപ്പോഴും പറയാനാവില്ല. എന്നാൽ ഫലപ്രദമായ നീക്കം അതിൽ ഉണ്ടാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.